മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്തിനാ നീ അങ്ങനെ സംസാരിക്കണ? എടി ഇന്നലെ രാവിലെ നിന്നെ ഞാൻ വിളിച്ച്, അപ്പൊ നീ പറഞ്ഞ് നീ കോള് കണ്ടില്ലെന്ന്. എന്നിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ പറയണ? ആ നീ അത് വിട്. നീ എപ്പ ഇങ്ങോട്ട് വരും? ലച്ചു എടാ നീ കുഴിപ്പള്ളത്ത് ഇങ്ങനെ നിക്കാതെടേ. എടാ ഒന്ന് വാടേ പെട്ടെന്ന്. എടാ നീ വരാതെ എങ്ങനെ ഇവിടെ വെക്കേഷന്റെ പരിപാടിയൊക്കെ നടക്കും? നമ്മള് വെക്കേഷൻ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ? ഡേ നീ വരണം. വരുവോ? ആ പറ്റിക്കല്ല്. ശരി, നീ അവിടെ വരുമോ? വന്നില്ലെങ്കിൽ എല്ലാ പ്ലാനും കൊളോ. വരുമായിരിക്കും. ഇല്ലാത്ത ചൂടനുണ്ട് ഇവിടെ. ഭയങ്കര ചൂട് തന്നെ. നീ ഇപ്പൊ കഴിച്ച സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരാണ് ലോലിപോപ്പ്. അതിങ്ങനെ ചപ്പിയാണ് കഴിക്കുന്നത്, കടിച്ചല്ല കഴിക്കുക. കഴിച്ചുപോയി. ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കടിച്ചു തുപ്പിയ കഴിച്ചോടി ഫ്ലോയില്. കൊച്ചിന് എന്തുകൊണ്ട് കൊടുക്കൂടാ? കൊടുക്കും. അമ്മായിക്ക് എന്തുകൊണ്ട് കൊടുക്കും? അമ്മായിക്ക് എന്തുകൊണ്ട് കൊടുക്കും? പപ്പ ഉള്ളല്ലേ മുട്ടായി മേടിച്ചോണ്ട് കൊടുക്കാൻ. അമ്മായി വേണമെങ്കിൽ എന്തായാലും തിന്നോളൂ. അല്ലെങ്കിലേ ഇതൂടെ കഴിച്ചു തീർത്താലോ? നീ പുറന്നോട്ട് ഒത്തോട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവിടെ കിടന്ന് കൂട്ടാലമ്പാവും. പാറുവിനെ പിന്നെ ഹാൻഡിൽ ചെയ്യടി. അമ്മായി ചില സമയത്ത് ഇതേപോലത്തെ മിഠായി കേസിനടിക്കും കിടന്ന് അടി ഉണ്ടാക്കണം. നമുക്കാണെങ്കിൽ പറഞ്ഞ് ഡീൽ ചെയ്യാൻ പറ്റൂ ഇല്ലേനും. ഞാൻ കുറെ ഇരയായിട്ടുള്ളതാണ് അതിന്. നീ അങ്ങനെ പറയരുത് കേട്ടോ യേശുവേ. നിന്നെ പാറുവിന്റെ അമ്മായിക്ക് വലിയ കാര്യമാണ്. പിന്നെ ഭയങ്കര കാര്യമാണ്. എന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ലടി. അതൊക്കെ ചുമ്മാ അല്ലേ, എനിക്ക് തോന്നണേണ്. ആര് പറഞ്ഞ്? നിന്നെ ഭയങ്കര കാര്യമാണ്, പാറുവിനെ ഭയങ്കര കാര്യമാണ്. ലച്ചു ചേച്ചി പിന്നെ ചങ്കല്ലേ. അല്ലേ ചേച്ചിയുടെ കാര്യം ഓക്കെ, പക്ഷെ എന്റെ കാര്യത്തിൽ അത്ര വലിയൊന്നുമില്ല. ഡേ നീ ചുമ്മാ കോംപ്ലക്സ് അടിക്കല്ലേ ശിവ? കോംപ്ലക്സ് ഒന്നുമല്ല ഡേ. എന്റെ ഇൻട്യൂഷൻസ് എനിക്കറിയാലോ. ഇൻട്യൂഷൻസ്. ഞാനൊരു കാര്യം എന്റെ തലയിൽ കണ്ടാ, ഞാൻ ചിന്തിച്ച അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഭയങ്കരമായിരിക്കും. പിന്നെ മക്കളെ ശിവ, ഈ മുട്ടായി നമ്മൾ കഴിക്കുന്ന വിവരം അകത്തുള്ള ആരും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടലമ്പാവും. അമ്മ ഇവിടെ കിടന്ന് അയ്യോ എനിക്ക് മുട്ടായി തന്നില്ല, മറ്റേത് തന്നില്ല, അത് തന്നില്ല എന്ന് പറഞ്ഞ് ചാടി ചാടി പൊങ്കാല കളിക്കും. കേട്ടല്ലേ? ഒരാഴ്ചത്തേന് നിർത്തൂലത്. എടാ നമ്മളൊരു മിഠായി കഴിക്കുന്ന അതിനിപ്പോ എന്തുവാ? ആ അമ്മായില്ലോ, ആ അമ്മായി ഉണ്ടല്ലോ, ചില സമയം ഒരുമാതിരി ഈ പിള്ളേരെക്കാളും കഷ്ടമാണ്. വലിയ വലിയ കേസ് വന്നാലും അടി ഉണ്ടാക്കൂല. ചുമ്മാ ഇതേപോലത്തെ മിഠായി കേസിനൊക്കെ അടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയണത് അകത്ത് കള കഴിഞ്ഞ് തെളിവ് കഴിഞ്ഞ്. അതേപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോ മുട്ടായി കഴിച്ചതിന് അയക്കാത്തിട്ട് ഈ സാധനം എടുത്ത് കളയണ ആ പരിപാടി ഒന്നും പറ്റില്ല കേട്ടാ. പല്ലുട്ടിരിക്കുമ്പോ എടുത്ത് കളയില്ലേ, അതൊന്നും പാടില്ല. പിന്നെ ഇതേപോലെ തെളിവങ്ങ് നശിപ്പിച്ചേക്കണം, ഇറക്കി വെക്കണം. പിന്നെ പോണ വഴിക്ക് അടുക്കള തൊക്കണി നിന്നിട്ട് വെള്ളം എടുത്ത് കുടിച്ചേക്കണം. അതാകുമ്പോൾ സ്മെല്ലും അധികം പുറത്തു വരില്ല. എപ്പോഴേ പിന്നെ അടുത്ത് കാര്യം പറയരുത്, സ്മെല്ലടിക്കും. നീ ഇതുവരെ PhD എടുത്തിട്ടുണ്ടോടാ? പിന്നെ ഇവിടെ ജീവിക്കണമെങ്കിൽ മിനിമം ഇതിൽ PhD എടുക്കണം. ഒരു ദിവസം ആരും ഇല്ലടേ, ഒന്ന് പറ. ഞാൻ ഈ പറഞ്ഞല്ലേ എന്റെ സത്യങ്ങൾ മൊത്തം അവന്മാരെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. ഇവിടെ കേൾക്കലാണല്ലോ പണി. പറ ഇങ്ങോട്ട്. ഒരു ദിവസം ഞാൻ ബിരിയാണി കഴിച്ചിട്ട് വന്ന് നമ്മുടെ പിള്ളേരുടെ കമ്പനി കൂടി പോയിരുത്താൻ ചെലവേത് തന്നെ ബിരിയാണി കഴിച്ചിട്ട് വന്ന് വീട്ടിൽ പറയാൻ പറ്റുമോ? പ്രശ്നമാവില്ലേ? ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്ത് വായില് വരുന്ന വഴിക്ക് പേസ്റ്റ് മേടിച്ച് പല്ലും തേച്ച് പിന്നെ കുറച്ച് വേപ്പിലായിരുന്നോ പേരക്കേടല്ല എടുത്ത് വായിട്ട് ചവച്ചിട്ടാണ് വന്ന. കൈ മടക്കാനായിട്ട് കയ്യിലാ അത് പറഞ്ഞ കുറച്ച് ചാണകം കിടന്നു, അതേ മുക്കിയിട്ട് കൈ അങ്ങെടുത്ത്
പിന്നെ വരുന്ന വഴിക്ക് ഇവിടെ വന്നതിന് ശേഷം അമ്മൂമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിരുന്നു, അതും കഴിച്ചു. അപ്പൊ സ്മെല്ല് മൊത്തം അങ്ങ് മിക്സ് ആയി പോയി. കഴുകി സൂപ്പറായിട്ട് നിന്റെ കൈ കൊണ്ട് ഒരു സാധനം ഞാൻ വാങ്ങി കഴിക്കൂല പൊന്നോ. ഇടി ചാണകത്തിന്റെ കുറെ നാളെ പ്രശ്നം കഴിഞ്ഞത്. ചാണകം നല്ല സാധനമല്ലേ, അത് പ്രശ്നം എന്നിട്ട് എന്തടി പറ. എന്നാ പിന്നെ നീ അല്ല പിന്നെ പറഞ്ഞത് ഇപ്പൊ ഞാൻ ചാണകം എടുത്ത് കഴിച്ചൊന്നുമല്ല, അതൊന്നുമല്ല. അവസ്ഥ ചെല്ലുമ്പോ ഇതൊന്നും കാണിക്കരുത് കേട്ടല്ലോ. എങ്ങനെ നമ്മ ഒന്നും ചേച്ചി നമ്മൾ ചുമ്മാ പോയിട്ട് വരുന്നു, നമ്മൾ കഴിച്ചോ ഇല്ല. പാറുമെല്ലാം പിടിച്ചാ പൊന്നു വളം നിന്നെ ഏറി കയറ്റും. ആ അമ്മായി പിടിച്ചു കഴിഞ്ഞാൽ എന്നെ തറാൻ നിർത്തും, അതുകൊണ്ടാണ് പ്രശ്നം. ഇടിച്ചുറങ്ങി കളയത്. ഓക്കെ പിന്നെ താഴ്ത്തി എന്നിട്ട് ഒരു സൈനിങ് കാണിക്കല്ലേ ഒന്നും കഴിച്ചേന്റെ. എന്റെ പൊന്ന് കേശു, ഇതൊരു മിഠായി കേസാണ്, നമുക്ക് ഡീലാക്കാം. മിഠായി കേസ് തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അമ്മായിയുടെ പൊങ്കാല കാണേണ്ട വരും. മക്കളെ നീ വേറെ ഒരു കാര്യം തെറ്റടിക്കണ്ട. ചേട്ടനൊരു ജോലിയൊക്കെ സെറ്റായി പൈസയൊക്കെ കിട്ടി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ പിന്നെ എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഈ ചേട്ടൻ നോക്കും. മക്കളുടെ പോക്കറ്റ് മണി, ഡ്രസ്സ്, സ്കൂൾ ഫീസ്, അത് ഇതെന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചേട്ടൻ നോക്കിക്കോളും. ചിലപ്പോ ഇടങ്കോലിടാൻ ശിവചേച്ചി വരും. നമ്മൾ കോലൂരി അടിക്കും അങ്ങനെ ഇടങ്കോലിടാൻ വരുന്നവരെ. എന്റെ കുഞ്ഞിന്റെ കാര്യം ചേട്ടൻ നോക്കില്ലയോ? എന്റെ ചേട്ടച്ചൻ. എന്തരി ചേട്ടച്ചൻ. ആ ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞിട്ട് നീ കേറ്റൊക്കെ പിടിച്ചല്ലേ വേണ്ടേ? ആ നീ ഒരു കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നിന്റെ ചേട്ടച്ചൻ ഫുള്ള് സെറ്റ് ചെയ്തോളൂ. ഒരു അടുത്തൊരു വർക്ക് വന്ന് കയറിയിട്ടുണ്ട്, അതിന്റെ ഫണ്ട് കിട്ടിയാ ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്ത് മേടിച്ചു തരാം. എന്ത് സാധനം ഏട്ടാ? അതൊക്കെ ഉണ്ട്. എന്തുവാ? അതൊക്കെ ഉണ്ടെന്ന് ഞാൻ സെറ്റ് ചെയ്ത് തരുമ്പോ നീ അറിഞ്ഞാൽ മതി. എന്തുവാ? ഞാൻ മേടിച്ചു തരുമ്പോ നീ അറിഞ്ഞാൽ മതി. ആ എന്റെ കേശവന് കൊറേ പൈസ കിട്ടണേ. ആഹാ അങ്ങനെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കടാ, നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ചേട്ടന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. അയ്യോ എന്തെങ്കിലും നോക്കണോ? അല്ല അമ്മായി എന്തെങ്കിലും നോക്കണേ? അല്ല നീ എന്തെങ്കിലും നോക്കണെന്ന്. അമ്മായി നോക്കിയോണ്ട് ഞാൻ നോക്കി. ഹായ് മിഠായി. എവിടെ ചാടിക്കടിച്ചോണ്ട് വരണ? അടങ്ങിയിരിക്കാ അറിഞ്ഞൂടെ? അല്ല നീ നിന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാട്ട് പ്രാർത്ഥിക്കും. എന്തറിഞ്ഞിട്ടാ പാറു നീ നിന്റെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണ? എടാ നിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യമില്ല. ഇവരെന്ന് വെച്ചാ നിന്റെ ചെന്നൈ ഗുണ്ടു മല്ലിക്കും കിളവൻ കേശവനും. എന്തിനാ വർത്താനാണ് അമ്മായി അത്? അമ്മായിയാ? ഇനി മേലാല് എന്നെ അമ്മായി കുമ്മായിന്ന് വിളിച്ചോണ്ട് വന്നുമായിരുന്നു. ശാർക്കര ചില ആൾക്കാരുണ്ടേ, നമ്മളെ കാണുമ്പം അമ്മാന്ന് നീട്ടി വിളിക്കും. പക്ഷെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞ കിളവി, പരട്ടക്കിളവി, തള്ള എന്നൊക്കെ വിളിക്കും. അതുപോലെയാണ് ഇവിടെ ചിലവര്. അതൊക്കെ ആരമ്മായി എങ്ങനെ വിളിക്കണേ? ചില ആലമ്പ് പിള്ളേരുണ്ട്. പാറോ ഇവിടെ വാ. ഇത് നിനക്കുള്ള മിഠായി, നിനക്ക് മാത്രമുള്ള മിഠായി. ഇതിവിടെ ആർക്കെങ്കിലും കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ കനകേച്ചിക്കോ അമ്മയ്ക്കും കുഴപ്പമില്ല. പക്ഷെ നിന്റെ ചേട്ടനോ ചേച്ചിക്കോ കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിനക്ക് ഞാൻ മിഠായി വാങ്ങിച്ചു തരൂല. നിന്നെ ഞാൻ ശരിയാക്കി കളയും. തിന്ന മിഠായി ഞാൻ തുപ്പിക്കും. മനസ്സിലായ? ഓ கௌரி, എന്താ இங்க என்ன பிரச்சனை? ഒരു കാര്യം ചെയ്യും, ഇത് ഇന്നോണ്ട് ഇവിടെ മിണ്ടാന്നില്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. இடையில ஏறி பேசாம இருக்கிறதுக்கு தான் கேட்டேன் என்ன பிரச்சனைன்னு. എന്ത് പ്രശ്നമെന്നാ ഞാൻ അറിയാതെ ഇവർ രണ്ടുപേരും കൂടി നിങ്ങളെ കല്യാണം അങ്ങ് ഉറപ്പിച്ച്. എപ്പോഴെന്നാ? മിഠായി മേടിക്കാൻ പോയില്ലേ അപ്പം. கேசு சிவா, எனக்கு கல்யாணம் எல்லாம் வேண்டாம். ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. കല്യാണം ആലോചിച്ചോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ചെറുക്കൻ എന്താ ജോലി? ചെറുക്കനാ? ചെറുക്കനെ ശ്രീഹരിക്കോട്ടെന്ന് റോക്കറ്റ് കത്തിച്ചു വിടലാണ് ജോലി. ശമ്പളം എന്തോ കിട്ടും? അമ്മ ഒരു കാര്യം ചെയ്, ഇത് കഴിച്ചോണ്ട് മിണ്ടാന്നില്ല. கேசு சிவா, எனக்கு கல்யாணமே வேண்டாம். വേണ്ട, കല്യാണമായിട്ട് നടത്തണ്ട, കൈപിടിച്ചു വിടാം. നിങ്ങൾ രണ്ടുപേരും കൂടി തിരുനെൽവേലിയിലോ തിരുവനന്തപുരത്തോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. അമ്മായി നിർത്തിക്കോ, ഷോ മതി കേട്ടോ. ഇത്രയും ഷോ ഒന്നും വേണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് ഇപ്പൊ പറഞ്ഞോണം.
അമ്മായി ഞങ്ങൾ ഇത്ര നേരമായിട്ട് മിണ്ടായിരിക്കുകയാണ്. കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ? മിണ്ടാതിരിക്കണെന്നാ? നിന്റെ തലേ കയറിയിരിയടാ, നിന്റെ തലേ കയറിയിരി. നീ എന്തോന്ന് പറഞ്ഞ? ഞാൻ നിന്നെ തറയിൽ നിർത്തൂല. ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പാറുനെക്കാളും കഷ്ടമാണ് എന്റെ അവസ്ഥ എന്നൊക്കെയല്ലടാ നീ പറഞ്ഞത്. ആരുടെ ഈ അപരാധങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നത്? മിണ്ടരുത്, മിണ്ടരുത്. എനിക്ക് കേശുവിനോടും പാറുവിനോടും മാത്രമേ സ്നേഹമുള്ളൂ അല്ലേ? ലച്ചുനോട് സ്നേഹമില്ലേ? ലച്ചുനോട് സ്നേഹമുള്ളൂ. നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്നല്ലേ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? അത് മാത്രമല്ല, ഗൗരി അമ്മായിക്കാണ് ഇവിടെ ഏറ്റവും കൊതി. കഴിക്കാൻ എന്ത് കിട്ടിയാലും ആർക്കും കൊടുക്കൂല, ഞാൻ മാത്രം എല്ലാം കഴിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ചുമ്മാ കഴിഞ്ഞിട്ട് പറയില്ലേ? കഴിഞ്ഞിട്ട് സംസാരിക്കണാടാ. കഴിഞ്ഞിട്ട് പറയില്ലേ? ചുമ്മാ കഴിഞ്ഞിട്ട് ഓവർ ആക്കരുത്, അത്ര തന്നെ. ഞാൻ കഴിഞ്ഞിട്ട് പറയണം. അമ്മയല്ലേ, അമ്മയല്ലേ നിക്കണേ? അമ്മയെ കൊണ്ട് സത്യം ചെയ്യും. എന്ത്? നിങ്ങള് മിഠായി കഴിച്ചുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞില്ലെന്ന് അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യും. എന്താ? ഓ, അവിടെ ആരുമില്ല. എവിടെ പോണ്? ശിവ, കുറച്ച് വെള്ളം താടി. ഇവിടെ ചിരിക്കാൻ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. എന്നെ കുറ്റം പറയുമ്പോ ഇവിടെ എല്ലാവർക്കും ചിരിക്കണം. അമ്മ, എനിക്ക് കല്യാണം വേണ്ട അമ്മ. അങ്ങോട്ട് പറ. ഗൗരി, എനിക്ക് കല്യാണം വേണ്ട. ശിവ, എങ്ങനെടി അത് കേട്ട? ഇത് ആര് വന്ന് പറഞ്ഞു കൊടുത്ത്? ഇവിടെ ആരും ഇല്ലായിരുന്നില്ലേ? തന്നെ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രണ്ടു തവണ തിരിഞ്ഞു നോക്കിയതാണെന്ന്, വേറെ ആരും ഇല്ലായിരുന്നു. ഡേയ്, സത്യം പറഞ്ഞോ? നീയല്ലേ പറഞ്ഞു കൊടുത്തേ? തന്നെടാ, എനിക്ക് രാവിലെ ഇത്ര വട്ടാണല്ലോ അവിടെ പറയുന്ന മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ. ചേട്ടാ, ഇത് കഷ്ടം. സമ്മേച്ചി, നീ അല്ലേ പറഞ്ഞു കൊടുത്തേ? പോരെ. നീച്ചതരെ കുറിച്ച് നല്ല ചവിട്ടരുത്. എന്താണ്? രണ്ടുപേരും കൂടെ സെറ്റായി മിഠായിയും കഴിച്ച് കുറ്റം പറഞ്ഞ് വന്നേക്കുമല്ലേ? പാറേ, നീ ഞങ്ങള് മനസ്സാവാച്ച അറിയാത്ത കാര്യം പറയല്ലേ. നമ്മള് അങ്ങനെ സംസാരിച്ചോണ്ട് വന്ന കൂട്ടത്തില് മിഠായി ഞാൻ കഴിച്ച് തീർന്നുപോയി അല്ലേ? മാത്രമല്ല മക്കളെ, നമ്മൾ ഒന്നോ രണ്ടോ കാര്യം അങ്ങോട്ട് പറഞ്ഞു. അത് ഏവനാണോ എന്ന് അറിഞ്ഞൂടാ. ഏവനോ ഒരുത്തൻ കേട്ടിട്ട് അത് 1-9 എന്റെ പാവം പിടിച്ച അമ്മായി എടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കണം. ഏവനോ ഒരുത്തനല്ലടാ, ഞാൻ തന്നെ കേട്ടതാണ്. പക്ഷെ ഞാൻ അവിടെ നിക്കണത് നിങ്ങൾ കണ്ടില്ല. ശിവ, നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞോട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നീ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആരുടെയും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ എക്ക് ബുക്ക് ദിക്കത്തൊന്നും അങ്ങനത്തെ ആൾക്കാരില്ലെന്ന് ഉറപ്പിക്കണമെന്ന്. വന്നേക്കണ ഡയലോഗ് അടിക്കാൻ. സത്യമായിട്ടും അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല, അറിയാതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയാണ്. അമ്മായി അവിടെ നിപ്പുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? നിപ്പുണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ നിങ്ങൾ പറയില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാതിരിക്കാൻ ഞാൻ ഒളിച്ചെന്നത്. എന്നിട്ട് പറയാ അമ്മായി, ജോലി കിട്ടുമ്പോ എനിക്ക് ആനയെ വാങ്ങിച്ചു തരാന്ന്. ദേ കൊച്ചേ, നിനക്ക് മിഠായി തന്നില്ല എന്നുള്ളത് നേരാണ്. പക്ഷെ നിന്നെ പറ്റി ഞാനും ചേട്ടനും കമാന്നൊരു അക്ഷരം മിണ്ടിട്ടില്ല. കമാന്ന് മിണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് മിഠായി തരാത്തോടെ എനിക്ക് ദേഷ്യം. പാറു, നിനക്കൊരു കാര്യം അറിയണോ? നിന്റെ ചേട്ടൻ റോഡിൽ നിന്ന് വരുമ്പോഴേ പല ദിവസവും ബിരിയാണി കഴിച്ചിട്ടാണ് പറഞ്ഞത്. ഈ ബിരിയാണിയുടെ സ്മെല്ല് ഇവിടെ കിട്ടാതിരിക്കാൻ അവൻ എന്തോ ചെയ്യുമെന്നറിയാമോ? വായില് അവൻ ചാണകം ഇടും. അത് വിട്ട് കയ്യിൽ അവൻ ചാണകം തേക്കും, വായിൽ അവൻ പേരക്കേര ഇല വയ്ക്കും. ഇങ്ങനെ ഇവിടെ വരുമ്പോഴേ അവന്റെ സ്മെല്ല് അറിയാൻ പറ്റൂലല്ലോ. ആ കൈ കൊണ്ടാണ് നിനക്ക് ഫുഡൊക്കെ വാരിത്തരണവൻ. ചുമ്മാതല്ല, കഴിഞ്ഞ ആഴ്ച 5 ദിവസം ചാണകം മണത്തത്. ഇതൊക്കെ എന്തിനു ചെയ്യണേ? നിന്നെ പറ്റിക്കാൻ, എന്നെ പറ്റിക്കാൻ. മക്കളെ, ഈ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോടി, അവര് വല്ല ഇങ്ങനെ വിലയൊക്കെ മേടിച്ചു തരും. അപ്പൊ ഞാനത് കഴിച്ചിട്ട് അതിന്റെ കയ്യിൽ മണമായിട്ട് വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് സങ്കടം വരില്ല. അതുകൊണ്ടാണ് ചാണകത്ത് നമുക്ക് കിട്ടുന്ന വിഷയമുള്ള കേസ് തന്നെ. കലിപ്പ് തീരുന്നില്ലല്ലോ. അയ്യോ അയ്യോ
വിളിക്കണ്ട, അവര് വരൂല. കാരണം ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ അവരെ വിലക്കിയിട്ടുണ്ട്. ഈ അമ്മായിയുടെ കാര്യം ഇതിന് വെറും കിളി പറഞ്ഞ സാധനമാണ്. വല്ലതും ചെയ്യൂത്. അവൾ ചെയ്യണേൽ എന്താണ് തെറ്റ്? നിങ്ങൾ അവളുടെ അടുത്ത് കള്ളം പറഞ്ഞോണ്ടല്ലേ, എന്നെ കുറ്റം പറഞ്ഞോണ്ടല്ലേ? അങ്ങനെ പറയാമായി. പിന്നെ അങ്ങനെ എന്നെ പറയും. കൊറേ നേരമായി കൊച്ചിനെ തൊട്ട ഉണ്ടല്ലോ, കൊച്ചിനെ തൊട്ട കളി മാറി കേശു. എനിക്ക് മനസ്സിലാവില്ല. നിനക്കറിയണോ എന്ത് ചെയ്യുമെന്ന്? എന്റെ അമ്മ കൊന്നല്ലോടെ നിങ്ങൾ രണ്ടുപേരുടെ അവനെ. കേശു ആ ജീവനുണ്ട്. അതെ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അത് ഞങ്ങൾ സമ്മതിച്ചു. എന്നും നിങ്ങൾ പ്രതികരിക്കുന്നില്ലെന്ന് വെച്ചോണ്ട് നിങ്ങൾ ഓരോന്ന് ചെയ്താൽ നോക്കട്ടെ ഞാൻ പ്രതികരിക്കണേ. അയ്യോ അയ്യോ, അമ്മായി കൂടി ചേർന്നെ കൊല്ലാൻ നോക്കുന്നേ. ആരെങ്കിലും കൂടി വരണേ. ആരും വരൂല, ആരും വരൂല. വേദനിച്ച് അയ്യോ എന്റെ കൈ വിട. എന്തോ പറയണ്ടെന്ന് പറഞ്ഞു പറയണില്ലേ? പറയണില്ലേ? കേശവനൊക്കെ പോയി. എന്തിനാണ് നീ ഫ്രിഡ്ജിനകത്ത് കാണിക്കുന്നത്? കുഴിച്ചാൻ പോകുന്നെ അവളെ. അങ്ങോട്ട് മുട്ടായി തന്ന ആളുമില്ല, കൂടെ നിന്ന് തിന്ന ആളുമില്ല. അമ്മായി വാ പോവാ. ഇപ്പഴത്തേക്ക് ഞാൻ ഇനി ചെന്നൈയിൽ നിൽക്കുന്നതാണ് നല്ലത്. അങ്ങോട്ട് വരണ്ട. തിന്നുടയത് എന്റെ കാല്. കേശു തരിക്ക് പേരിനെങ്കിലും ഇച്ചിരി ഉളുപ്പ് ഉണ്ടെങ്കിൽ നീ ആ പരിപാടി കാണിക്കോടാ. കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉയരോട്ടിരിക്കണതല്ലേ? എന്റെ ഉയര് ഞാൻ എടുക്കും. അയ്യോ, എവിടെയായിരുന്നു രണ്ടാളും? എന്നാ അവിടെ ഒരുത്ത അടി കൊണ്ട് ചാവന്ന് എന്നെ കൊല്ലാൻ പോയി അവര്. ഇന്ന് എഴിച്ചു വന്ന് നോക്കുക. കൊച്ചുമോളല്ലേ ഞാനൊന്നില്ലെങ്കിലും. എന്തിന് ഈ വയസ്സാം കാലത്തെ നിങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് അടി കൂടി ചാവാൻ എനിക്ക് വയ്യ. അനകാന്റി அம்மா சொன்னாங்க அந்த பக்கமே வர வேண்டாம்னு. അപ്പോ ഇത് എല്ലാരും കൂടെയുള്ള പ്രീ പ്ലാൻ ആയിരുന്നല്ലേ? കൊള്ളാം, നന്നായി വരും. അവിടെ അവിടെ ഞങ്ങൾക്ക് അത്രയും പറ്റിയിട്ട് ഒരാളങ്ങോട്ട് ഓടി വരണ്ടേ? കിട്ടട്ടെന്ന് വിചാരിച്ചാണ്. നന്നായി വരും. മുട്ടായും തിന്നേ കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും കൂടെ ഓർക്കണം ഇങ്ങനെയൊക്കെ വരുമെന്ന്. എന്റെ അമ്മൂമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഇത്ര വലിയൊരു വിഷയമല്ല ഇത്. നിങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി കാശുണ്ടായിരുന്നു, അതും കൊണ്ട് ഞങ്ങൾ മിഠായി വാങ്ങാനായിട്ട് പോയി. പിന്നെ ലോകകാര്യം എല്ലാം ചർച്ച ചെയ്ത് നടന്നു വന്നപ്പോഴത്തേക്കും മിഠായി അറിയാണ്ട് കയ്യിൽ നിന്ന് തീർന്നു പോയി. കഴിച്ച് ഇത് ഇത്ര വലിയൊരു തെറ്റാണോ? மதி மதி കൂടുതൽ വിവരണം ഒന്നും വേണ്ട. നീ മാറി കേടി, ഞാൻ പറയാം. അതാ ഒന്നും മതിയായില്ലേ? ഞാൻ ഈ വലിച്ചപ്പോ നീ മറ്റേ സോറി ഇരുന്നോ. எப்படி ஆனாலும் சிவா கேசு எனக்கு கல்யாணம் யோசிச்சது தப்பு. അതെന്തുവായിരുന്നടാ സംഭവം? നീ പറ കേശു. അതായത് കനകാലി സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജംഗ്ഷനിൽ കട നടത്തേണ്ട പുള്ളിയില്ലേ അമ്മൂമ്മ, ആ പുള്ളിയുടെ വൈഫ് ഒരു 3 ദിവസം മുമ്പ് പിണങ്ങി അങ്ങ് പോയി. എന്തോ മിഠായി കേസ് പ്രശ്നം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങാടി പോയാണ്. അപ്പം അങ്ങനെ പോയപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഒറ്റയ്ക്കായില്ലേ. കനകാൻ്റിയെ കണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഒറ്റയ്ക്കായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കൂട്ടമാണോന്ന് തോന്നി. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് കനകത്തിനെ കല്യാണം കഴിപ്പിച്ച് തരുമോന്ന്. നല്ല മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യനാണ്, സുന്ദരൻ സുമുഖൻ. டேய் நீ சொல்லிட்டு வருது அந்த ஜங்ஷன்ல சிப்ஸ் கடை நடத்துற அந்த கடைக்கு பக்கத்துல இருக்கிற அந்த ஆளு தானே? அந்த ஆளெങ്ങനെ അറിയാം? நான் அந்த கடையில தான் எப்பவுமே பொருள் வாங்க போவேன். அந்த കടയല്ലേ? എടാ എങ്ങനുണ്ട് അവിടെ? കച്ചവടമൊക്കെ ഉണ്ടോ? പിന്നെ
പുള്ളിക്ക് കിണ്ണം വരുമാനമല്ലേ? ഈ കഴിഞ്ഞ മാസം 10 ലക്ഷം രൂപയാണ് കടയിൽ ടേൺ ഓവർ. അത് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഭാര്യ കളഞ്ഞിട്ട് പോയത്. ഗ്രീഡി വൈഫ്. எனக்கு கல்யாணம் வேண்டாம். കല്യാണം വേണ്ടാന്ന്. പിന്നെ വേണ്ട, കുഴപ്പമില്ല. ബട്ട് വൈ ആന്റി? പോട്ടെ. എന്തായാലും അത് ഇട്. രണ്ടെണ്ണം എവിടെ പോയി കിടക്കണ്? എവിടെ? പുറത്തു പോയി. പുറത്തു പോയി. വരട്ടിങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. യുദ്ധമാണെങ്കിൽ യുദ്ധം, പേടിക്കാൻ പാടില്ല നമ്മള്, കേട്ടല്ലോ? നിനക്കെന്ത് കുഴപ്പ ശിവ? നീ പേടിക്കും അല്ലേ പാറു? ആ നല്ലത് കിട്ടിയാ പേടിക്കും. എങ്കിൽ നീ മേടിക്കും. അങ്ങനെയാണെങ്കിൽ നീ മണ്ണ് തിന്നും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ പലതും നടക്കും. കാണുമല്ലോ. അതെ, ഞാൻ ഇവിടെ ചുമ്മാ മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞോണ്ട് എന്നെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നാ ഇവിടെ പലതും നടക്കും കേട്ടാ. നീ പോടാ. എടാ നിന്നെ കാത്ത മെർലിന്റെ ആ വേലയിലാണോ നിക്കണ്? എവിടെ? എടാ മണ്ട, അവര് നിന്നെ മണ്ടാക്കാൻ നോക്കുന്നു. ഒന്നിരി ഇവിടെ. എനിക്കറിയാം, ഞാൻ അവരെ മണ്ടനാക്കാൻ നോക്കിയല്ലേ. മെല്ലിനോടൊന്നും വന്ന് നിപ്പില്ല. ഇല്ല. അയ്യോ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒരു നിസാര മുട്ടായിയുടെ പേരും പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കല്ലേ, അത് വിട്. വിടാൻ പറ്റൂല. കണ്ട വിടൂല. എനിക്കറിയാമല്ലോ ഈ ജാതി ചീട് പ്രശ്നം മനസ്സിൽ വെച്ചോണ്ട് കളിക്കാൻ അമ്മായി ഇവിടെ കിടന്നിട്ട്. ശിവ എന്ത് പറ്റും പരിപാടി. പറ്റിപ്പ്, ഇവര് പറ്റിപ്പും അവക്ക് കുറ്റം പറച്ചിലും. എന്ത് 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 മനസ്സാ വെച്ചോണ്ട് ഞാൻ പറഞ്ഞ കാര്യമല്ലതൊന്നും അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഇത്ര ഷോ ഇറക്കല്ലേ അമ്മായി. നീ മനസ്സിൽ വെച്ച് തന്നെ എല്ലാം പറയണം എന്റെ ശിവ. കാരണം ഞാൻ ഈ മാറ്റം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. നീ ചെന്നൈ പോയിട്ട് ഇവിടെ വന്നതിന് ശേഷം നിനക്ക് ഒളിച്ചും പാത്തും എന്നെ കുറ്റം പറയണത് കുറച്ച് കൂടുതലാണ്. ശിവ, അത് അമ്മായി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് നീ എപ്പോ നോക്കിയാലേ അമ്മായിയെ കുറ്റം പറയണം. പക്ഷെ എന്റെ അമ്മായിയെ ഞാൻ ആദ്യമായിട്ടാണ് കുറ്റം പറയണത്. അത് മനസ്സിൽ തട്ടി പറഞ്ഞല്ല, എന്റെ നെഞ്ചു തട്ടി പറഞ്ഞല്ല. ഞാൻ അത് ഇത് നെഞ്ചത്ത് തട്ടിയല്ലേ പറഞ്ഞത്, വയറ്റി തട്ടിയാ പറഞ്ഞത്. മണ്ടയ്ക്ക് കൂട്ടി പറഞ്ഞോണ്ടല്ലോ കൊച്ചെ, അവിടെ അല്ലേ മാറി. അതെ അമ്മായി, സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മളൊന്നും എങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടോ ഇല്ല. ഞങ്ങളെങ്ങനെ പറഞ്ഞോണ്ട് വന്ന കൂട്ടത്തിൽ അമ്മയെ കുറിച്ച് ചുമ്മാ പറഞ്ഞാണ്. അത് എവളാണ് കൂടുതൽ പറഞ്ഞേ? എന്റെ അമ്മായിയെ കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. നീ കുറ്റം പറയും, നീയെ പറയൂ, നീ മാത്രമേ പറയൂ. അങ്ങനെയാണെങ്കിൽ അമ്മായി അങ്ങനെ പറയാൻ കൊള്ളാമോ? അമ്മായി എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ലേ? ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അതിന് നിന്റെ പ്രൂഫ് ഉണ്ടോ? ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? നെച്ചി ചേച്ചിയെടുത്ത് അമ്മായി എന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കുറ്റമാണ് പറഞ്ഞത്? എന്ത് കുറ്റമാണ് പറഞ്ഞത്? അത് പറ. അമ്മായി പറഞ്ഞിട്ടില്ലേ ഞാൻ വെറും അലമ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് മാത്രമല്ല, ഞാൻ ഭയങ്കര വെളുവിളമ്പരാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഭയങ്കര വിളവനാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ പിള്ളേരെ ചതിക്കണവനാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? അത് പറയും, കാരണം അത് സത്യമാണല്ലോ. അതെങ്ങനെയാ? രണ്ട് ടീമും പിരിഞ്ഞു പോയേ. ഇല്ലെങ്കിൽ ഭവാനി ആരാന്ന് രണ്ട് ടീമും അറിയും. പറോ, വാ പോവാ. കേശോ വാ പോവാ. വാ പോവാ. എന്റെ പാറു ആള് മാറിപ്പോയി. വാ പാറു. ഇവിടെ മിഠായി വാങ്ങിക്കാൻ പോവാ. അവിടെ ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ. എന്റെ പൊന്ന്, ഫസ്റ്റ് ടൈമിങ് വേണോ ഇതിന്? ഇങ്ങോട്ട് നടക്ക. എനിക്ക് വിവരമില്ലാത്തതിനൊക്കെ. ഞാൻ പോണ് അങ്ങോട്ട്. ചെന്നൈയിലുണ്ടല്ലോ, ഇങ്ങോട്ട്. നിനക്ക് എന്തടി? നിനക്ക് അവിടെ വല്ലതും പോയി ഇരുവണ്ണേ, ചുമ്മാ ആവശ്യമില്ലാത്ത ചെറിയ പറഞ്ഞോടെ വലിച്ചു വലുതാക്കാനായിട്ട്. ഞാൻ ഇവിടുന്ന് പോയിരിക്കും. ഇജാതി ചെറിയ പ്രശ്നങ്ങൾ അമ്മായി മനസ്സിൽ വെച്ച് വലുതായി കാണിക്കും. അത് സഹിച്ചോണ്ടിരിക്കും. നിൽക്കാൻ പറ്റൂല. ഞാൻ പോവും. എന്റെ പൊന്നു കൊച്ചേ, നിനക്ക് ഇപ്പൊ അങ്ങോട്ട് ചെന്നൈയിലോട്ട് പോയി കഴിഞ്ഞാൽ നിക്കാൻ സ്ഥലമുണ്ടോ? ലീവല്ലേ, ഹോസ്റ്റലിൽ നിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. ലീവ് വരുമ്പോഴത്തേക്കും നാട്ടിൽ പോകാൻ പറ്റുന്ന പിള്ളേർക്ക് നിൽക്കാനായിട്ട് ഹോസ്റ്റൽ ഓപ്ഷൻ ഉണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ പോവുകയും ചെയ്യും. சிவா, என்னாச்சு? என்ன இங்க பிரச்சனை? நான் போறேன். எங்க? சென்னை. எதுக்கு? நான் இங்க நிக்க முடியாது. உங்களோட அம்மா എനിക്ക് ഇവിടെ നിൽക്കാൻ സ്വൈര്യം തരൂല. അതുകൊണ്ട് ഞാൻ പോവാണ്. என்ன சிவா இது? என்ன பிரச்சனைனாலும் நம்ம சால்வ் பண்ணிக்கலாம். വേണ്ട, ഒരു ഇതും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോവും. நீ போகாத. ഞാൻ പോവും. പിന്നെ ഞാൻ ഇവിടുന്ന് പോയ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീരുമല്ലോ. അതുകൊണ്ട് ഞാൻ പോവുന്നതാണ് നല്ലത്. என்ன சிவா, என்னனாலும் நம்ம பேசலாமே. വേണ്ട, ഒരു പേസലും വേണ്ട ഇവിടെ. കനകേച്ചി, ഞാൻ പോണു.
கௌரி நீ எங்க போற? ശർക്കരയില് ബന്ധുക്കാരുടെ കൂടെ പോയി നിൽക്കാൻ പോകുന്നു. ഞാൻ ചെന്നൈക്ക് ഭാഗം നോക്കി പോവാൻ പോണ്. എവള് ഇവിടെ നിക്കണത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് എവള് ചെന്നൈക്ക് പോകാൻ പോണെന്ന്. മക്കളെ എങ്ങനെടാ പോണേ? ട്രെയിനാ ബസ്സിനാ? എങ്ങനെ ഞാൻ പോവും? വല്ല ലോറി പിടിച്ചാണെങ്കിലും ഞാൻ പോയിരിക്കും. അയ്യോ അത്ര മിടുക്കി ആവണ്ട നീ, ഞാൻ പൊക്കോളാം. நான் சொல்றத கொஞ்சம் கேளுங்க. ரெண்டாளும் போகாதீங்க. இதெல்லாம் சின்ன விஷயம் தானே, பேசலாம். താനേ ചിന്ന വിഷയമാണ്, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനത്തെ ചിന്ന ചിന്ന വിഷയത്തെ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കലാണ് അമ്മയുടെ ഏറ്റവും വലിയ പരിപാടി. പിന്നെ എന്നെ പറയണേ, ഇനി ഒരു നിമിഷം അവിടെ നിൽക്കും. சொல்றத கேளு, போகாத. വേണ്ട നില്ല, ഞാൻ പോകുന്നു. പ്രശ്നം ഞാൻ പൊക്കോളാം. நீ நில்லு, போகாத. അതിന്റെ ഒരു കാര്യം മനസ്സിലാക്കണം. വിട്. നിങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഇപ്പോഴും അമ്മ എന്നെ മാത്രമാണ് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ മാത്രം അതിലെനിക്ക് വിഷമുണ്ട്. നീ അതൊന്നും നിർത്തുന്നുണ്ടാ? ഞാൻ ജസ്റ്റ് മുട്ടായെന്നേ മുട്ടായെന്നൊക്കെ എന്നാണ് ഇവിടെ തെറ്റായത്. അത് തെറ്റ് തന്നെയാണ്. മുട്ടായി തിന്ന മാത്രമാണ് തെറ്റ്, തിന്നോണ്ട് കുറ്റം പറഞ്ഞോണ്ട് തെറ്റ് തന്നെയാണ്. എന്താ എന്തോ എല്ലാരും ബാഗ് ഒക്കെ ആയിട്ട്. ഒരാള് ചാർക്കരയ്ക്ക് പോണ്, മറ്റേയാള് ചെന്നൈക്ക് പോണ്. ആഹാ, അതിനാന്നാ കടന്ന് ഈ ബഹളം വെച്ചത്. എന്നാ പിന്നെ സമയം കളയണ്ട, ഇറങ്ങ്. എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങാൻ. അല്ല മമ്മ, എനിക്ക് പറയണമെന്ന് കേൾക്കൂ. ഒന്നും മിണ്ടണ്ട, നീ പോകാൻ ഇറങ്ങിയതല്ലയോ? ഇറങ്ങ്, ഇറങ്ങ്. അവള് പോണല്ലോ, അപ്പൊ ഞാൻ പോണ്ട ആവശ്യമില്ലല്ലോ. എന്തോ ഇങ്ങോട്ട് നോക്കിയേ, എന്തോ ഇപ്പൊ പറഞ്ഞേ? അല്ല അവള് പോണെങ്കി ഞാൻ പോണ്ടല്ലോ. ഇല്ല, പോയേ പറ്റത്തുള്ളൂ. ശർക്കരയ്ക്ക് പൊക്കൂ. അവിടെ പോയി അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുത് ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ട് സമാധാനമായിട്ട് വന്നാ മതി. അമ്മ അത് പിന്നെ ഒരമ്മയില്ല, ഇറങ്ങ്. മമ്മ, നീ എന്തോ സമയത്ത് വണ്ടി കിട്ടൂല. എന്തോ വണ്ടി കിട്ടൂല. ലോറി പിടിച്ചു പോയാ മതി. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനില്ല, ഇറങ്ങി. ഇങ്ങോട്ട് വാ, അല്ല അമ്മ അത് പിന്നെ ഇങ്ങോട്ട് വാ, പോ. കേശു, ഓ, ഒരു കേസും ഇല്ല, പോ. കേശു പോ, ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, പോ അങ്ങോട്ട്. അമ്മ കൊച്ചുമോള്. ആ, ഒരു കൊച്ചുമോള് ഇറങ്ങോട്ട്. അമ്മ പോ, കേശു ഇറങ്ങോ അങ്ങോട്ട്. ഇറങ്ങ്, അമ്മ അമ്മ. പോ, പോ അങ്ങോട്ട്. പ്ലീസ് അമ്മ, പ്ലീസ്. പോ. ഇവിടെ ഇനി ആർക്കാ പോണ്ടെന്നേ? നിനക്ക് പോണോ? പാറുവിന് പോണോ? നിനക്ക് പോണോടാ? എവിടെ പോയി? ഞാൻ ഒന്ന് അടുക്കള വരെ പോയിട്ട് വരാം. കഴിക്കാൻ വല്ല ഇരിക്കണ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.